Namaskaram, I'm Dr. Krishnendu, Prana Birth and Beyond Consultant Pediatrician, and welcome back to Baby Basics. നമ്മുടെ സീരീസിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ബേബിനെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ബേബിനെ കുളിപ്പിക്കുക എന്നുള്ളതും, രണ്ടാമത്തത് ബേബിനെ യൂറിനും മോഷനും പാസ് ചെയ്യുമ്പോൾ ഡയപ്പർ അല്ലെങ്കിൽ തുണി ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ മാറ്റേണ്ടതും എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന് മുട്ടയുണ്ട്. അപ്പോൾ ഡയപ്പർ ഇടിയിക്കുന്നത് ഇതൊരു പാൻ സ്റ്റൈൽ ഡയപ്പറാണ്. ടേപ്പ് സ്റ്റൈൽ ഡയപ്പേഴ്സും ഉണ്ട്. അതിൽ നമ്മൾക്ക് ഇത് ഇവിടുന്ന് വിടിയിച്ചുകൊണ്ട് ഇത് തുറക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഒരു പാൻ സ്റ്റൈൽ ഡയപ്പർ ആയതുകൊണ്ട് അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. കുട്ടീനെ ഇതുപോലെ കെടുത്തിയിട്ട് കാല് പതുക്കെ ഒരു കൈ ഡയപ്പറിൻ്റെ ലെഗ് ഹോൾ കൂടെ ഇടുന്നതായിരിക്കും എളുപ്പം. എന്നിട്ട് നമ്മൾ കാല് പിടിക്കും, പതുക്കെ കയറ്റി കൊടുക്കുക. മറ്റേ കാലും ഇതുപോലെ തന്നെ പതുക്കെ മടക്കിക്കൊണ്ട് കയറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇതിടാൻ പറ്റും. പാൻ സ്റ്റൈൽ ഡയപ്പേഴ്സ് കുറച്ചും കൂടിയും യൂസ്ഫുൾ ആവുന്നത് ഇത്തിരി കൂടിയും വലിയ ബേബീസിനാണ്. അത് നീങ്ങാൻ തുടങ്ങിയ ബേബീസിനാണ്. ന്യൂ ബോൺ ബേബീസിന് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 1 or 2 months ഉള്ള ബേബീസിന് ടേപ്പ് സ്റ്റൈൽ ഡയപ്പേഴ്സ് ആയാലും കുഴപ്പമില്ല, കാരണം അത്രയും മെനങ്ങുന്നില്ല. ഇങ്ങനത്തെ പാൻ സ്റ്റൈൽ ഡയപ്പേഴ്സ് നമ്മൾ ഊരണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സോയിൽഡ് ആണെങ്കിൽ ഊരണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സൈഡിൽ കീറാനായിട്ട് ഒരു സീമുണ്ട്. നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് വലിച്ചുകൊണ്ട് കീറിയാൽ നമുക്ക് സൂക്ഷിച്ച് ബേബിയുടെ മേത്ത് അഴുക്കൊന്നും ആവാണ്ട് ശ്രദ്ധിക്കാം. ഡയപ്പർ ഊരുമ്പോൾ എപ്പോഴും ഡയപ്പറിൻ്റെ ഒരു ക്ലീനായൊരു പോർഷൻ വെച്ചിട്ട് ബേബിയുടെ അടിഭാഗം പതുക്കെ തുടച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചൂരുന്നതായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ വൃത്തിയായി കിട്ടാനുള്ളൊരു വഴി. ഇത് കഴിഞ്ഞാൽ പതുക്കെ ഒരു നനഞ്ഞ തുണി കൊണ്ടോ അഥവാ വെറ്റ് വൈപ്സ് കൊണ്ടോ നമുക്ക് ബേബീനെ ഈ അപ്പിയിടുന്ന ഭാഗം വൃത്തിയായിട്ട് ഇങ്ങനെ ഒന്ന് തുടയ്ക്കണം. എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് കാര്യം ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് തുടയ്ക്കേണ്ടത്. ആൻഡ് ബേബീനെ അധികം എന്നുവെച്ചാൽ ബേബിയുടെ ശരീരം അധികം മടങ്ങാത്ത രീതിക്ക് വേണം, സൂക്ഷിച്ച് പതുക്കെ ഒന്ന് ചെരിച്ച് വേണം ഇങ്ങനെ തുടച്ചെടുക്കാനായിട്ട്. അങ്ങനെ ആയി കഴിയുമ്പോഴാണ് ബേബിക്ക് തീരെയും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് വൃത്തിയായി നമുക്ക് ഒരു ഡയപ്പർ ചേഞ്ച് സാധിക്കുന്നത്. വേറെ ഇനി നമുക്ക് പറയാനുള്ളത് കുളിപ്പിക്കലിനെ പറ്റിയിട്ടാണ്. കുളിപ്പിക്കാനായിട്ട് ബേബീസിൻ്റെ പൊക്കിൽ കൂടി വീണ് പോയ ശേഷം മാത്രമേ നമ്മൾ കുളിപ്പിക്കാനായിട്ട് പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നനവ് അതിൽ നിൽക്കാൻ സാധ്യതയും പഴുപ്പ് കയറാൻ സാധ്യതയും ഉള്ളതുകൊണ്ട് അത് വരെ പക്ഷെ നമ്മൾ ദിവസവും ബേബീനെ തുടയ്ക്കണം. ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് സോഫ്റ്റായിട്ട് തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം നമ്മൾ ആദ്യം മേലാണ് തുടയ്ക്കേണ്ടത്. അത് തുടച്ച് ഡ്രൈ ആയ ശേഷം മാത്രമേ നമ്മൾ പിന്നെ തലയിൽ തുടയ്ക്കുള്ളൂ. തല അവസാനം വേണം തുടയ്ക്കാനായിട്ട്, കാരണം ബേബി തണുത്ത് പോകാൻ പാടില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ ബേബീസിന് ചൂടാണ് വേണ്ടത്. അപ്പോൾ തണുത്ത് പോകാണ്ടിരിക്കാനായിട്ട് വേഗം തുടയ്ക്കുക, തല അവസാനം തുടയ്ക്കുക. അതേപോലെ തന്നെ കുളിപ്പിക്കുന്ന സമയത്തും അതെ, തലയിലാണ് അവസാനം വെള്ളം ഒഴിക്കേണ്ടതും. വേഗം ആദ്യം തോർത്തിയെടുക്കുന്നതും തലയാണ്. അതിനുശേഷം പതുക്കെ ബേബിയുടെ മേലും മുഴുവൻ തോർത്തിയ ശേഷം എപ്പോഴും ബേബീസിന് സ്കിൻ ഡ്രൈ ആകാനുള്ളൊരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അങ്ങനെ ക്രീമോ ലോഷോ വേണമെന്നില്ല. വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയായാലും തേച്ചാൽ മതി. വെളിച്ചെണ്ണ കുളിപ്പിക്കുന്നതിൻ്റെ മുന്നും ഡ്രൈ സ്കിന്നുള്ള ബേബീസിന് ഒരിത്തിരി കയ്യിലെടുത്തിട്ട് കുളിപ്പിച്ച ശേഷവും തേക്കാവുന്നതാണ്. അത് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഡ്രൈ സ്കിൻ്റെ ഒരു പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കാനായിട്ട് പറ്റും.